نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൽ അല്ലാഹുവിന് നമ്മൾ ചെയ്തിട്ടുള്ള ഇബാദത്തുകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. റമദാനിന് ശേഷവും റമദാനിൻ്റെ പുണ്യപ്രവർത്തനങ്ങളും തഖ്വയും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുള്ള റമദാനിന് ശേഷമുള്ള ഒരു വർഷം കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 6 നോമ്പ് അത് നമ്മൾ എടുത്തിട്ടുണ്ടാകും. എടുക്കാത്ത ആളുകൾക്ക് ഈ ശവ്വാൽ മാസത്തിൽ ഏതെങ്കിലും 6 നോറ്റാൽ മതി എന്ന് നമ്മൾ ഏറെ മനസ്സിലാക്കിയതാണ്. ഒന്നുകൂടി ഖുത്ബയുടെ തുടക്കത്തിൽ നമ്മുടെയും മക്കളുടെയും കാര്യത്തിൽ അത് ശ്രദ്ധിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, അവധിക്കാലമാണ് അതിലാണ് നമ്മൾ ഉള്ളത്. ബാക്കി ഉള്ള മാസങ്ങളെല്ലാം പഠനത്തിൻ്റെയും മറ്റു തിരക്കുകളിലുമാണ് നമ്മുടെ മക്കളുള്ളത്. ഈ അവധിക്കാലം കൃത്യമായി തർത്തീബാക്കാതെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത രക്ഷിതാക്കളാണെങ്കിൽ വലിയ വില അതിന് കൊടുക്കേണ്ടി വരും. LKG തലം മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികൾക്ക് അവധിയാണ്. നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും കൗമാരക്കാർക്കുമെല്ലാം അവർ അവധിയിലാണ്. എന്നാൽ മറ്റുള്ള മാസങ്ങളിൽ തിരക്കുകളാണ്. മതം പഠിക്കാനോ ഖുർആൻ ഓതാനോ കൃത്യമായിട്ട് പള്ളിയിലേക്ക് വരാനോ ഒന്നും അവർക്ക് നേരമില്ല. ഒരമണിക്കൂർ ഖുർആൻ ഓതണം എന്ന് വിചാരിച്ച കുട്ടി പറയും എഴുതാണ്ട്, പഠിക്കാണ്ട്, വായിക്കാണ്ട്. അതേപോലെ തന്നെ CRE ക്ലാസ്സുകൾക്കും QHLSകൾക്കും ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ അത് അവർക്ക് നല്ല രീതിയിൽ കോരിക്കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. ഇല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. കുട്ടികളുടെ കയ്യിൽ എല്ലാ നിലക്കും മോശപ്പെട്ട അവസ്ഥകളിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളും ഉപകരണങ്ങളുമൊക്കെ ഉള്ള കാലഘട്ടത്താണ് നമ്മളുള്ളത്. കുട്ടികളെ നമുക്ക് കിട്ടുന്ന കാലം കൂടിയാണ് ഇത്. മാതാപിതാക്കൾ കുട്ടികളുമായി നല്ല ബന്ധമുണ്ടാക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ
കൂടെ നടക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള സമയം, ചിലവഴിക്കാനൊക്കെ ഉള്ള പറ്റിയ സമയം കൂടിയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂൻ ഫീഹിമാ കസീറുൻ മിനൻ നാസി അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. രണ്ട് നിഅമത്തുകൾ, അതിൽ മനുഷ്യന്മാരെല്ലാവരും അല്ലെങ്കിൽ ധാരാളം മനുഷ്യരും അശ്രദ്ധയിലാണ്. അത് ശ്രദ്ധിക്കാതെ പോയി പരലോകത്ത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാത്ത, വിരൽ കടിക്കുന്ന അവസ്ഥയുണ്ടാകും. അത് ഒന്ന് ഒഴിവ് സമയമാണ്. ഒഴിവ് സമയം അത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. രോഗമില്ല, ഹോസ്പിറ്റൽ കേസില്ല, പട്ടിണിയില്ല, ടെൻഷനില്ല, മാന്യമായ സാലറിയുണ്ട്, ജോലിയുണ്ട്, കുടുംബമുണ്ട്, അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും തർക്കമില്ല. അതൊക്കെ നമ്മൾ ഒഴിവ് സമയത്ത് ഇല്ലാതാക്കുന്ന സംഗതികളാണ്. ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്, പെടാപ്പാട് പടിയാണ് ദുനിയാവിന് വേണ്ടി. ഇതൊന്നുമില്ല, സമാധാനമായിട്ട് ജീവിക്കുന്നു, ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, ജോലി കഴിഞ്ഞാൽ ഫ്രീ ആണ്, സ്കൂൾ പൂട്ടിയാൽ ഫ്രീ ആണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി ആളുകൾക്ക് കൊടുക്കാത്ത നിഅമത്താണ് ഇത് കിട്ടിയ ആളുകൾക്ക്. അതുകൊണ്ട് റബ്ബ് ചോദിക്കും. അതേപോലെ തന്നെ അവൻ്റെ ആരോഗ്യം അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്, അവൻ്റെ സമ്പത്ത്, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. അതിൽ മനുഷ്യർ വഞ്ചിതരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഒഴിവു സമയവും ആരോഗ്യവും ഒക്കെ ഇല്ലാതാകാൻ കുറച്ച് സമയം മതി. അള്ളാഹുവിൻ്റെ ഖദറെത്തിയാൽ മതി രോഗം വരാൻ, തിരക്ക് വരാൻ. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചത് 5 കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കേട്ട ഹദീസാണ്, ഷബാബക്ക കബുൽ ഹറമിക്ക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ്. തല നിരച്ചു തുടങ്ങി തൊലി ചുക്കിച്ചുളിഞ്ഞ് ഒരു വേദനയും കാലുവേദനയും അതേപോലെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് മുമ്പ് നല്ലൊരു യുവത്വ കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തിനും ചെലവഴിച്ചു അത്. വാർദ്ധക്യം വന്ന് രോഗിയായി പിന്നൊന്നും ചെയ്യാൻ പറ്റണില്ല, 5 വക്ത് പള്ളിയിൽ പോകാൻ കഴിയണില്ല, ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയണൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് പോയില്ല. അന്ന് പോയാൽ വാർദ്ധക്യകാലത്ത് വീട്ടിൽ കുത്തിർന്നാലും വീട്ടിലിരുന്നാലും കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, ഒരു സമയം നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ്. എപ്പോഴാണ് അള്ളാഹു ഇത് തിരിച്ചെടുക്കുക എന്നറിയില്ല. രോഗം കൊണ്ട് തിരിച്ചെടുക്കാം, അതേപോലെ തന്നെ വാർദ്ധക്യം കൊണ്ട്, പ്രയാസം കൊണ്ടൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് വാർദ്ധക്യം വരുന്നതിന് മുമ്പായി ഇതിൻ്റെ യുവത്വത്തിനെ നീ ഉപയോഗപ്പെടുത്തണം. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിഹ്ഹതക ഖബല സഖമിക, നിന്റെ ആരോഗ്യമുള്ള അവസ്ഥയിൽ രോഗം ഏത് സമയത്തും മനുഷ്യനെ പിടിപെടും. രോഗം വന്നതിന് ശേഷം പടച്ചോനെ ഒന്ന് ഓതാൻ, ഒന്ന് പള്ളിയിലേക്ക് പോകാൻ, ദീനിയായി നടക്കാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. സമയം, നല്ലൊരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരോഗ്യ സമയത്ത് ചെയ്യണം. വഗിനാക ഖബല ഫഖരിക, ദാരിദ്ര്യം മനുഷ്യന് വരും, പിടികൂടും, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, കച്ചവട തകർച്ച വരും, ബിസിനസ് തകർച്ച വരും. അതിനു മുമ്പ് നിനക്ക് നൽകിയിട്ടുള്ള സമ്പത്തുണ്ടല്ലോ, അത് ആ സമയത്ത് ചെലവഴിക്കണം. ദാരിദ്ര്യം നിന്നെ പുതപ്പെട്ട് മൂടി കഴിഞ്ഞതിന് ശേഷം നീ നിന്റെ കാര്യത്തിൽ തന്നെ കഷ്ടത്തിലാണ്. ആ സമയത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. സമ്പത്തുള്ളൊരു സമയമുണ്ടായിരുന്നു, അതുകൊണ്ട് സമ്പത്തുള്ള സമയത്ത് ചെലവഴിക്കണം. ഓ ഫറാഗക ഖബല ശുഗ്ലിക, നീ ബിസിയാകുന്നതിന് മുമ്പ്. തിരക്ക് വരാം, കല്യാണം കഴിഞ്ഞ് മക്കളായി, പേരക്കുട്ടികളായി, അല്ലെങ്കിൽ വീടെടുക്കേണ്ട തിരക്കുകൾ, ഇങ്ങനെ ബിസിനസ്സിൻ്റെ തിരക്ക്, ഇങ്ങനെ ഒരുപാട് തിരക്കുകൾ മനുഷ്യന് വരും. കിട്ടുന്ന സമയം ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, ദുനിയാവിന് വേണ്ടിയും ഉപയോഗപ്പെടുത്തണം. മനുഷ്യന് വരും, ഓരോ മനുഷ്യരും അങ്ങനെയാണ്. അതുകൊണ്ട് ഒഴിവ് സമയം തിരക്കിന് മുമ്പ് ഉപയോഗപ്പെടുത്തണം. അവസാനമായി റസൂലുള്ളാഹി പറഞ്ഞു, വഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്താത്തവർ പറയും, പടച്ചോനെ നീട്ടിക്കൊണ്ട, ഒരുപാട് നമ്മൾ കേട്ടവരാണ്. അതുകൊണ്ട് മരണത്തിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കോ എന്നും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടാണ് ആ ഹദീസിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികൾ, വല്ലാത്തൊരു ഉപദേശമാണിത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമ്മൾ പഠിച്ചതാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിന് പറ്റിയ ഏറ്റവും നല്ല സുവർണാവസരമാണ് പ്രിയമുള്ളവരെ ഇത്. ഈ സമയത്തും നമുക്ക് മക്കളായിട്ട് നമുക്ക് ബന്ധമില്ല. അവരുടെ ലോകത്തും നമ്മൾ നമ്മുടെ ലോകത്തുമാണെങ്കിൽ പിന്നെ കിട്ടൂല. അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ദീനിയായ വിഭവങ്ങളും അതേപോലെ തന്നെ നമ്മളോടുള്ള സ്നേഹവും അനുകമ്പയും
ദുനിയാവിൻ്റെ യാഥാർത്ഥ്യബോധങ്ങളും. എങ്ങനെ ദുനിയാവ് അവരുടെ യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കുക? അവർ പോകട്ടെ ഹോസ്പിറ്റലുകളിലും പിന്നെ ക്യാൻസർ വാർഡുകളിലേക്കും. നമ്മൾ ടൂർ പോകുന്ന സമയത്ത് ഒരു ടൂർ അതിന് മാറ്റിവെക്കും, വലിയ മാറ്റമുണ്ടാകും, വലിയ സ്വാധീനമുണ്ടാകും. നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമും അതേപോലെ തന്നെ ഫേസ്ബുക്കും നമ്മുടെ ലോകവുമല്ല ലോകം. 4 ചുവരുകൾക്കിടയിൽ മരുന്ന് മണക്കുന്ന, മൂത്രം മണക്കുന്ന, കാഷ്ടം മണക്കുന്ന, വിയർപ്പ് മണക്കുന്ന ഇങ്ങനെയുള്ള ചുവരുകൾക്കുള്ളിൽ ചെറിയ മക്കൾ മുതൽ യുവതികളും യുവാക്കളും വാർദ്ധക്യം സംഭവിച്ച ആളുകളുമൊക്കെ കഴിച്ചു കൂട്ടുന്നൊരു ലോകമുണ്ട് ഈ സ്ക്രീനിനപ്പുറം എന്ന് അവർ തിരിച്ചറിയും. അതുകൊണ്ട് ഒരു ടൂറ് അങ്ങോട്ട് പോകട്ടെ, ക്യാൻസർ വാർഡുകളിലേക്ക്, വൃദ്ധസദനങ്ങളിലേക്ക്. അപ്പോൾ അവർ തിരിച്ചറിയും. മറ്റേ നമ്മൾ ഒരുപാട് നമ്മൾ ഉപദേശിക്കും. അതിനേക്കാളേറെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒരു കാര്യങ്ങൾ തിരിച്ചറിയും. നമ്മളെപ്പോലെയുള്ള കുട്ടികൾ, പെൺകുട്ടികൾ, നെട്ടലിന് പരിക്ക് പറ്റിയ ആളുകൾ, ക്യാൻസർ ബാധിച്ച പിഞ്ചോമന മക്കൾ, പുഴുവരിക്കുന്ന ശരീരവുമായി കൊണ്ട് നടക്കുന്ന ആളുകൾ, എണീക്കാൻ പറ്റാതെ ഒരു മരുന്ന് എടുത്ത് കുടിക്കാൻ പോലും, ഒരു തുള്ളി വെള്ളം തൊണ്ട നനയ്ക്കാൻ പോലും മറ്റുള്ളവരുടെ സഹായം കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കൂ. എത്ര ആളുകൾ, മുതിർന്നവരല്ല, കുട്ടികൾ, ചെറുപ്പക്കാർ. ഇത് നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഇതിന് പറ്റിയ സമയമാണിത്. ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് മാത്രം പോയാൽ അത് കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി പ്ലാൻ ചെയ്യണം സഹോദരന്മാരെ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖാല അലി ഇബ്നു അബീ ത്വൽഹ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹ് പറയുകയാണ് ഇഅ്ലമൂ ബിതഅത്തില്ലാഹി വത്തഖൂ മആസില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് പടച്ചറബിനെ ഇബാദത്ത് എടുത്ത് കൊണ്ടുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കണം. അതേപോലെ തന്നെ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മ, അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ച്, ദീനിനെ കുറിച്ച് പഠിപ്പിച്ച്, മുത്തുനബിയെ പഠിപ്പിച്ച് ആ നിലക്ക് നിങ്ങളുടെ കുട്ടികളെ വളർത്തണം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അല്ലിമു ഔലാദകും അസ്സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅലി. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സത്യസന്ധത പഠിപ്പിക്കണം, വാക്കിലും പ്രവൃത്തിയിലും. മക്കളോട് സത്യസന്ധരാവണം, കളവ് പറയരുത്, കളവ് ചെയ്യരുതെന്ന് പറയുന്നു. വാപ്പയുടെ നാവിൽ നിന്നും വാപ്പയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കളവ് മക്കൾ ഒപ്പിയെടുക്കുന്നു. വാപ്പയുടെ ഫോണിലേക്ക് ഫോൺ വരുന്നു, ഉമ്മയോട് പറയുന്നു ഫോൺ എടുത്തിട്ട് ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാളെ. കുട്ടി എന്ത് പഠിക്കണം? നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്നുണ്ടോ? മൊബൈലും സോഷ്യൽ മീഡിയയും അല്പമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദിക്റുകളും അതേപോലെ തന്നെ ദുആകളും വിശുദ്ധ ഖുർആന്റെ പാരായണവും നടത്തണമെന്ന് മക്കളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മ, സഹോദരി, ഇശാ മഗ്‌രിബിനിടയിൽ കുറച്ച് ഖുർആൻ പാരായണം ചെയ്യാനും ദീനിന്റെ പുസ്തകങ്ങൾ വായിക്കാനും മതപരമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനും, നമ്മൾ മതം പഠിക്കുന്നത് മക്കൾ കാണണം. നമ്മുടെ ഖുർആൻ ഓതുന്നത് മക്കൾ കാണണം. നമ്മുടെ വീടുകളിൽ വിശ്രമിക്കുന്ന അമാനി മൗലവിയുടെ തഫ്സീറും പരിഭാഷകളും വിശുദ്ധ ഖുർആന്റെ പരിഭാഷയും തഫ്സീറും ഒക്കെ നമ്മുടെ വീടുകളിലുണ്ട്, വിശ്രമിക്കുകയാണ്. അത് നമ്മളെടുത്ത് വായിക്കുന്നത് മക്കൾ കാണണം. അവർ നമ്മളെ ഒപ്പിയെടുക്കുകയാണ്. ബാപ്പ എങ്ങനെ, ഉമ്മ എങ്ങനെ, ഉമ്മയുടെ ഡ്രസ് കോഡ് എങ്ങനെ. ഉമ്മ പള്ളിയിൽ പോകുമ്പോൾ പർദ്ദയും മഫ്തയും ധരിക്കുന്നു, കല്യാണത്തിന് പോകുമ്പോൾ ഉമ്മ ആ ഡ്രസ് കോഡിലല്ല. അപ്പൊ പള്ളി പോകുമ്പോഴുള്ളതാണ്, മരിച്ചോടത്ത് പോകുമ്പോൾ ഇടാനുള്ളതാണ് പർദ്ദയും മഫ്തയും. ഇത്താത്ത എങ്ങനെയാ പോകുന്നത്? കോളേജിലേക്ക്, സ്ഥാപനത്തിലേക്ക് ലിപ്സ്റ്റിക് ഇട്ട് പോകുന്നുണ്ടോ? പുട്ടിയടിച്ച് പോകുന്നുണ്ടോ? വാപ്പാന്റെ കോലം എങ്ങനെയാണ്? വാപ്പാന്റെ ഡ്രസ് കോഡ് എങ്ങനെയാണ്? ഹറാമായ രീതിയിൽ റസൂലുള്ള ഹറാമാണെന്ന് പഠിപ്പിച്ച, ഇസ്ലാം ഹറാമാണെന്ന് പഠിപ്പിച്ച താടി വടിച്ച് നടക്കുന്നുണ്ടോ? ഡ്രസ് കോഡ് ശ്രദ്ധിക്കുന്നുണ്ട്? കപടതയുണ്ട് വാപ്പയിൽ എന്ന് മക്കൾ ഒപ്പിയെടുക്കും. എന്നിട്ട് കപടത കാണിച്ച്, കപടത പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ അവരെ ഉപദേശിക്കുന്നതിൽ അർത്ഥമില്ല. വാപ്പ കൃത്യത്തിന് 5 വക്ത് നമസ്കാരത്തിന് പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുന്ന സമയത്ത് വാപ്പ വീട്ടിലുണ്ടോ? പള്ളിയിലേക്ക് എത്തി, അതാണ് എൻ്റെ പിതാവ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അതാണ് തർബിയത്ത്. അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. നിങ്ങൾ മക്കൾക്ക് സത്യസന്ധത പഠിക്കണം. വൽഫിഅല, നിങ്ങളുടെ പ്രവർത്തനത്തിലും സത്യസന്ധത നിങ്ങൾ പഠിപ്പിക്കണം. വഇദാ ഹദ്ദസ്തുമൂഹു ഫലാ തക്ദിബു അലൈഹിം, നിങ്ങൾ മക്കളോട് ഒരിക്കലും കളവ് പറയരുത്.
വാശി പിടിക്കുമ്പോൾ വാപ്പ നിന്നെ അങ്ങാടിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം, ചോക്ലേറ്റ് വാങ്ങിത്തരാം, വാശി നിൽക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഇന്ന് കുറച്ച് സമയത്തേക്ക് തരാം എന്നൊക്കെ പറയുന്നു. പറഞ്ഞാൽ കൊടുക്കണം. അത് നിങ്ങളുടെ 2 വയസ്സുള്ള കുട്ടിയോട്, മുറ്റത്തെ കളിക്കുന്ന കുട്ടിയോട് കയറി വാ, നിനക്ക് ഞാൻ ഇന്നത് തരാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട് പറഞ്ഞ സംഗതി നിങ്ങൾ കൊടുക്കണം. ചെറിയ മക്കൾ അവരുടെ ക്യാമറ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ ഒപ്പിയെടുക്കുകയാണ്, സമൂഹത്തെ ഒപ്പിയെടുക്കുകയാണ്. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാതാപിതാക്കൾ. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഹദത്തഹ അഹദത്ത ശൈബൻ തയ്യിബൽ ഇറാഖി. ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ. നന്നായിട്ട് പഠിപ്പിച്ചെടുത്തോ ഉമ്മ, സമൂഹത്തെ ആ കുട്ടി ഉണ്ടാക്കും, ജനപദത്തെ ആ കുട്ടി ഉണ്ടാക്കും. അതല്ല കളവും വഞ്ചനയും വൃത്തികേടുകളുമാണോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അങ്ങനെയുള്ള സമൂഹത്തെ ആ കുട്ടി ഉണ്ടാക്കിയെടുക്കും. അടുത്ത തലമുറയെ ആ കുട്ടി വാർത്തെടുക്കും. നിങ്ങൾ എങ്ങനെയാണോ കുട്ടിയെ പഠിപ്പിച്ചത് അതിനനുസരിച്ചത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോട് കളവ് പറയരുത്. വൈദാ വഅദ്തുമൂഹു ഫലാ തഖ്ലിഫു വഅദകും. നിങ്ങൾ ഒരു കരാർ പറഞ്ഞാൽ, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ടൂറിന് കൊണ്ടുപോകാം, നമുക്ക് ടൂർ പോകാം, അല്ലെങ്കിൽ നിന്നെ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകാം, നിനക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാം എന്ന് കുട്ടികളോടൊക്കെ പറഞ്ഞാൽ, പറഞ്ഞിട്ടുണ്ടോ? ടോയ്സ് വാങ്ങിത്തരാം, നിനക്ക് ആഗ്രഹമുള്ള പറഞ്ഞ സംഗതി വാങ്ങിത്തരാം, പറഞ്ഞിട്ടുണ്ടോ? വാങ്ങിക്കൊടുക്കണം. ഇല്ലെങ്കിൽ പറയരുത്. വിശ്വാസമില്ലാത്ത, വാക്ക് പാലിക്കാത്ത ഒരു ബാപ്പയാണ് ആ കുട്ടി മനസ്സിലാക്കുക, ഉമ്മയാണ് ആ കുട്ടി മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ പറയരുത്. ചെറിയ കുഞ്ഞിനോട് പോലും പറയരുത്. 1 വയസ്സുള്ള കുഞ്ഞിനോട് പോലും പറയരുത്. പിന്നെ വലിയ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഉത്ബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മകനെ ഉപദേശിക്കുന്ന ആളോട് പറയാണ്, ലിയകുൻ അവല ഇസ്ലാഹുക ലിവലദിക ഇസ്ലാഹു നഫ്സിക. നീ കുഞ്ഞിനെ ആദ്യമായി ഉപദേശിക്കുമ്പോൾ ആദ്യം നിന്റെ മനസ്സിനെ നിന്നെ ഉപദേശിക്കുക. നീ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? നീ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മാത്രം മക്കളെ ഉപദേശിച്ചാൽ മതി. കാരണം ഫഇന്ന ഉയൂനഹും, അവരുടെ കണ്ണുകൾ മഖഊദത്തുൻ ബിക, അത് നിന്നെ ചുറ്റിപരിഞ്ഞ് പിടിച്ചു നിൽക്കുന്നതാണ്. നിന്റെ മക്കൾ മാതാപിതാക്കളെ ഏത് സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തുമാകാം, അവർക്കാകാൻ പറ്റില്ല. നമ്മളുടെ നാവിൽ നിന്നും കളവാണോ വരുന്നത്, ചതിയാണോ വരുന്നത്? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണോ, നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി എങ്ങനെയാണ്? ഭാര്യയെ ബഹുമാനിച്ചുകൊണ്ടാണോ ഭർത്താവ് സംസാരിക്കുന്നത്? ഭർത്താവിനോടുള്ള എല്ലാവിധ ആദരവുകളും കൊടുത്തുകൊണ്ടാണോ സംസാരിക്കുന്നത്? അമ്മായിയമ്മയോട്, പ്രിയപ്പെട്ട പെങ്ങളെ, അമ്മായിയമ്മയോട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഭർത്താവിൻ്റെ ഉമ്മയോട്, ഭർത്താവിൻ്റെ ഉപ്പയോട്. അത് മക്കൾ കാണുകയാണ്, അവരതുപോലെ അപ്ലൈ ചെയ്യും. കാരണം അവരുടെ കണ്ണുകൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. അവരതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ സത്യസന്ധരാകണം. മറ്റൊരു കാര്യമുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് സമയം കൊടുത്തു, മക്കളെ ഉപദേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു, മക്കളുടെ കൂടെ ഇരിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏതൊരു കാര്യം പറയുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി എൻ്റെ 2 ചെവികൾ കൊണ്ട് ഞാൻ കേൾക്കുകയുണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഇന്ന വിഷയത്തിൽ കണ്ടു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരക്കുട്ടികളെ കളിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക്, പള്ളയിലേക്ക് വരെ ആ കുട്ടികൾ കയറി ചവിട്ടി കളിച്ച് അവർക്ക് ഉപദേശം കൊടുത്ത് റസൂലുള്ളാഹി അവരെ ചേർത്ത് പിടിച്ച് ഹസനെയും ഹുസൈനെയും എന്നിട്ട് അവർ അടുത്ത് വിളിച്ച് വായ തുറക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കളിപ്പിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ആനപ്പുറത്തിരുത്തി റസൂലുള്ളാഹി അവരെ കളിപ്പിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വരാൻ വേണ്ടി അവർക്ക് അനുവാദം കൊടുക്കുന്നു. മുഅ്മിനീങ്ങളുടെ നമസ്കാരം അവർ കാണുന്നു, ഉപദേശം അവർ കേൾക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ നിൽക്കുന്ന സമയത്ത് പോലും വല്ലിപ്പാൻ്റെ തലയിൽ കയറി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹിന്റെ കഴുത്തിൽ അവർ കയറി ഇരുന്നിട്ടുണ്ട്. സഹാബി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് എണീക്കണില്ല, ഞങ്ങൾ ഭയപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ സുജൂദിൽ തന്നെ റസൂലുള്ളാഹിക്ക് വല്ലതും സംഭവിച്ചോ, മരണപ്പെട്ടു പോയോ എന്ന് പോലും. അങ്ങനെ ഞാൻ മെല്ലെ തലയുയർത്തി നോക്കിയപ്പോൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൃഗമാക്കിയിരിക്കും. എന്തുവാ, മൃഗത്തിൻ്റെ മുകളിലിരിക്കുന്ന വാഹനം പുറത്തിരിക്കുന്ന പോലെ വലിയ അപ്പാനെ മുഖത്തിരിക്കുക റസൂലുള്ളാഹി അനുവദിച്ചു. ആ കുഞ്ഞെ മാറ്റി വെച്ചിട്ട് സുജൂദിന് എണീക്കല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു.
അതിൻ്റെ അർത്ഥം ചെറിയ പൈതമക്കളെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് കച്ചറുണ്ടാക്കണം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. മക്കൾ പഠിക്കണം, അതൊരു സംസ്കാരമാണ്. ഇസ്ലാമിക സംസ്കാരത്തിലൂടെ നമ്മളെ കുട്ടികൾ വളരട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതും തമാശ പറഞ്ഞതും കളിച്ചതുമെല്ലാം എത്രയെത്ര ഉദാഹരണങ്ങൾ. ആരാണ്? ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഖലീഫയാണ്, ഭരണാധികാരിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയൊരു മാതൃകയാണ് സഹോദരന്മാരെ. ഇതാരാണ്? ഇതൊരു വല്ലിപ്പ. ഇതാരാണ്? ഇതൊരു ഉപ്പ. ഒരുപാട് പെൺകുട്ടികളുടെ ഉപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഭാര്യമാരുടെ ഭർത്താവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നമുക്ക് സമയമില്ല, റസൂലുള്ളാഹിക്ക് സമയം ഉണ്ടായിട്ടുണ്ട്. അതെന്താ പറയുക? സമയം ഉണ്ടാക്കുകയാണ്. എല്ലാ ഭാര്യമാരുടെ അടുത്തും ഒരു ദിവസം തന്നെ പോകും. എല്ലാ ഭാര്യമാർക്കും ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തു. വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു ഈ കണ്ട ഭാര്യമാരോടൊക്കെ, നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും അനിഷ്ടകരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക്, നിങ്ങൾ എന്നോട് പകരം വീട്ടണം. നോക്ക് നിങ്ങൾ, വഫാത്താകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ചോദിച്ചത്, ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക്, നിങ്ങൾ എന്നോട് പകരം വീട്ടണം, പരലോകത്തേക്ക് മാറ്റിവെക്കരുത്. ലോകം കണ്ട ഏറ്റവും നല്ല ഭർത്താവ്, ലോകം കണ്ട ഏറ്റവും നല്ല പിതാവ്, ലോകം കണ്ട ഏറ്റവും നല്ല മോശം കാക്ക, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. ഇതിന് പറ്റിയ സമയമാണ്. സ്കൂൾ പൂട്ടുകയാണല്ലോ, ഇനി 2 മാസം എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് ബേജാറാകല്ലേ വേണ്ടത്. നല്ല അവസരമാണിത്. അവരുടെ ദുനിയാവിൻ്റെ പഠനത്തിൻ്റെ സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമുക്ക് കിട്ടും. നമ്മൾ കൊടുക്കണം അവർക്ക് സമയം. അവരെ സ്നേഹിക്കണം. പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ, കൗമാരക്കാരെ. വാപ്പ അവരെ സ്നേഹിക്കുന്നു, ഉമ്മ അവരെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. വെറും തീറ്റയും ഭക്ഷണവും അതേപോലെ തന്നെ പഠന ഉപകരണങ്ങളും കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. എൻ്റെ ഹുതുബയിൽ നിന്ന് തന്നെ അത് ഒരുപാട് നമ്മൾ കേട്ടതാണ്. അതെല്ലാവരും ചെയ്യും, എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്ന സംഗതിയാണ് തീറ്റും കൂടിയും കൊടുക്കുക എന്നുള്ളത്. നമ്മളെ മാത്രം ആവശ്യമില്ല. നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരന്മാരെ. അതേപോലെ തന്നെ കുട്ടികൾ ഇന്ന് തെറ്റിപ്പോകുന്ന ഇൻ്റർനെറ്റും സംവിധാനങ്ങളും അല്പമൊക്കെ നിയന്ത്രിക്കണം. കുട്ടികളെ ബോധ്യപ്പെടുത്തണം. എല്ലാം പിടിച്ചു വാങ്ങിയേക്കാൻ പറ്റൂല. കുട്ടികൾ ഒരു യൂട്യൂബും അതേപോലെ തന്നെയുള്ള സംവിധാനങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നും ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് നല്ല ഗെയിമുകൾ, എന്താണ് അവരുടെ ഭാഷ ഉയർത്താൻ പറ്റിയ ഗെയിമുകൾ, ഭാഷാ പഠനത്തിനുള്ളത്, മ്യൂസിക്കും തോന്നിവാസങ്ങളും ഇല്ലാത്തത്, അവർക്ക് ഉപകാരപ്പെട്ടതിലേക്ക് അവരെ തളച്ചിടാൻ അവരറിയാതെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റേത് ഇന്നത്തെ ലോകല്ലേ, നമുക്കൊന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. എന്നഞ്ഞ പോലെ എന്താ ആയിക്കോട്ടെ, കുട്ടി വാതിലടച്ചിരിക്കുകയാണ്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പെൺകുട്ടികളും ആൺകുട്ടികളും ഇൻ്റർനെറ്റും ഓല സൗകര്യം ഓല ഫോണും വാതിലടച്ചിരിക്കുകയാണ്. ചോറിൻ്റെ സമയത്ത് പോലും മുട്ടി വിളിച്ചാൽ കുട്ടി വരുന്നില്ല. ഇത് രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാണ്, പ്ലാനിങ്ങും പദ്ധതി ഇല്ലാത്തതുകൊണ്ടാണ് സഹോദരന്മാർ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, മക്കളെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരണം. ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആ നിലയ്ക്ക് തർബിയത്ത് കൊടുക്കണം. മുസ്ലിമീങ്ങളുടെ നമസ്കാരവും പെരുമാറ്റവും രീതിയും ആ സംസ്കാരവും അവരറിയണം. മറ്റൊരു സംഗതി സഹോദരന്മാരെ, മക്കളുമായി കുടുംബ സന്ദർശനം നടത്തണം. ഇന്നത്തെ ഏറ്റവും അപകടകരമായ സങ്കടകരമായ കാര്യം, മക്കൾക്ക് ആരോടും ബന്ധമില്ല, സ്വന്തം മാതാപിതാക്കളോട് ബന്ധമില്ല. നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഉപ്പയുടെ അനിയനോടും ഉമ്മയുടെ ഉപ്പയുടെ പെങ്ങളോടും അവരോടായിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ നമ്മുടെ അമ്മാവന്മാരോടായിട്ടുള്ള അമ്മായികളോടായിട്ടുള്ള ബന്ധം, നമ്മളെ കുടുംബക്കാരുമായി ഇന്ന് ആ ബന്ധം തന്നെയല്ല. കുട്ടിക്ക് ബന്ധങ്ങൾ അറിയില്ല. ഇതിന് കാരണക്കാർ നമ്മളാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കുട്ടികളെ കുടുംബ സന്ദർശനം നമ്മുടെ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഷെഡ്യൂളുകൾ മാറ്റിവെച്ചോ സമയമെടുത്ത് നമ്മുടെ എല്ലാ സഹോദരന്മാരിലേക്കും എല്ലാ സഹോദരങ്ങളിലേക്കും വാപ്പാൻ്റെ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ പെങ്ങളുടെ വീടുകളിലേക്കൊക്കെ പോയി കുടുംബ സന്ദർശനം, കുടുംബം എന്ന മഹത്വം അത് വിളക്കി ചേർക്കേണ്ട നിർബന്ധത കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കുടുങ്ങും സഹോദരന്മാരെ. എഴുതി വെച്ചോളൂ നിങ്ങൾ. എത്രയാണ് കുടുംബബന്ധം ചാർത്തിന്റെ കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. നമ്മളെ കാലാണ്ട് കഴിഞ്ഞുണ്ടല്ലോ,
നമ്മളെ പരിക്കുന്നു, നമ്മളെ മക്കളെ പരിക്കുന്നു, ഒരാളും കയറി വെക്കൂല. കയറി നോന്നിട്ട് കാര്യമില്ല. ഓരോ ലോകത്താണ്. ഒരു തുള്ളി വെള്ളം കിട്ടൂല. ഒരു കുടുംബക്കാർ വന്നാൽ ആ മൊബൈലിൽ നിന്ന് കണ്ണെടുത്തിട്ട് ഓൽക്ക് ചായയും വെള്ളം കൊടുത്ത് നമ്മൾ എത്ര തിരക്കാണെങ്കിലും ആ 10 മിനിറ്റ് അവർ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് മതപരമായ ബാധ്യതയാണ്. നമ്മളെ കൾച്ചർ തകരുന്നുണ്ടെന്നുള്ള മറ്റൊരു വിഷയം. ഇത് മതപരമായ ബാധ്യത. ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബ ബന്ധം ചാർത്തട്ടെ. എന്താ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സമയമെടുത്ത് പോകണം. നമുക്ക് നേരെ നമ്മളെ തിരക്കാണ്, ബിസിനസ്സാണ്, നമ്മളെ പഠനമാണ്. അനിയത്തിൻ്റെ കൊടുക്ക്, ജ്യേഷ്ഠത്തിൻ്റെ കൊടുക്ക്, ഉമ്മാൻ്റെ കൊടുക്ക്, വാപ്പാൻ്റെ കൊടുക്ക് പോകണം. നമ്മൾ മാതാപിതാക്കളുടെ, നമ്മളെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോകണം. നമ്മളെ മക്കൾ പരസ്പരം പരിചയപ്പെടണം. ഇതൊരു സംസ്കാരമാണെന്നറിയണം. ഇത് കേവലം ഒരു പെരുന്നാളിൻ്റെ ദിവസം 2 കുടുംബങ്ങളിൽ പോയി കഴിഞ്ഞു. രോഗസന്ദർശനം, കുട്ടികളെ പഠിപ്പിക്കണം. ഇതാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ. ഇതാണ് രക്ഷിതാവ്. ഇതാണ് ഇസ്ലാമിൻ്റെ കൾച്ചർ. ഇത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുല്ലനി അലാ അമലിൻ അഅമലുഹു യുദ്നീനി മിനൽ ജന്ന വയുബാഇദ്നി മിനൻ നാർ. റസൂലേ, നിങ്ങൾ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം, ഒരു അമൽ സാലിഹാത്ത് പഠിപ്പിച്ചു തരണം. അത് ചെയ്താൽ എന്നെ സ്വർഗത്തിലേക്ക് അത് എത്തിക്കും, നരകത്ത് നിന്ന് അകറ്റും. റസൂലുള്ളാഹി പറഞ്ഞു, തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. ഇസ്ലാം ദീനിൻ്റെ ആണിക്കല്ല് പറഞ്ഞു കൊടുത്തു. അള്ളാനെ മാത്രം ഇബാദത്ത് എടുക്കണം, ഒരാളെയും പങ്കേർക്കരുത്. ജാറങ്ങളിലേക്കോ മക്ബറുകളിലേക്കോ പുണ്യാത്മാക്കളിലേക്കോ പുണ്യപുരുഷന്മാരിലേക്കോ ബറക്കത്തുകൾ തേടിയിട്ടോ മുസ്ലിയാർമാരിലേക്കോ തങ്ങന്മാരിലേക്കോ ബീബിമാരിലേക്കോ ഹോജമാരിലേക്കോ ഒരാൾക്കും ഒന്നും ചെയ്തു തരാൻ പറ്റൂല. ഇപ്പൊ കണ്ടില്ലേ സഹോദരന്മാരെ, ആണിനെ പെണ്ണാക്കി, പെണ്ണിനെ ആണാക്കി. മരിച്ച കുട്ടിനെ ജീവിച്ച കുട്ടിനെ മരിപ്പിച്ചു. ലോകം തന്നെ നിയന്ത്രിച്ച് എല്ലാം നടന്ന് അതിൻ്റെ അപദാനങ്ങൾ പാടി നടന്ന ഒരുത്തിന് സ്വന്തം ഭാര്യയെ കൊന്നു. ഇത്രയും സീരിയസ് ആയിട്ട് പോലും ഓലെ വിശ്വാസമാണത്. ആ സിഎമ്മയുടെ ഒരു കാത്തുള്ളൂ. എന്നിട്ട് ഇസ്ലാം പ്രതിക്കൂട്ടിലാകുകയാണ് സഹോദരന്മാരെ. ഇങ്ങനെയുള്ള വിവരദോഷികൾ ചെയ്യുന്നതിൻ്റെ കാരണത്താൽ ഇസ്ലാം പ്രതിക്കൂട്ടിലാകുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മുസ്ലിം അല്ലാത്ത വിശുദ്ധൂരം പഠിപ്പിക്കുകയാണ്, ലാ തുൽഖു ഐദിയകും ഇല തഹ്ലുകതി. നാശത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കൈകളെ നീട്ടരുത്. നിങ്ങൾക്ക് നാശമുണ്ടാകുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. രോഗമാണെങ്കിൽ ചികിത്സിക്കണം. പ്രസവം രോഗമല്ല, അത് വേറെ വിഷയം. പക്ഷെ ഇന്നത്തെ സംവിധാനങ്ങളും കാര്യങ്ങളും നമുക്കറിയാം. നമ്മുടെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന് ഗവൺമെന്റിന് ഒരു നിർദ്ദേശമുണ്ട്, അത് പാലിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ അർത്ഥം ഏതെല്ലാമോ ഒരു അലോപ്പതി വിഭാഗമോ അല്ലെങ്കിൽ നാച്ചുറോപ്പതിയോ പിന്നെ ഈ ചികിത്സാ വിഭാഗങ്ങൾ അവർ പറയുന്ന എല്ലാത്തിനെയും കൂട്ടം കൊടുക്കുന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസവവും അതേപോലുള്ള സംബന്ധികളൊക്കെ വലിയ പ്രയാസകരമായ അവസ്ഥയിലാണുള്ളത്. കൊണ്ട് അത് ഏറ്റവും സേഫായി നടക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ട് മാലകളും മൗലിദുകളും അതേപോലെ തന്നെ ഈ നഫീസത്ത് മാലയും ഒക്കെ ഓതിക്കൊണ്ട് പ്രസവമെടുക്കുകയും പ്രസവിക്കാൻ പിന്നെ ഈ ഹോസ്പിറ്റലുകളിലേക്ക് പോകാതിരിക്കുകയും അത് വലിയ ഊക്കോട് പറയുകയും എന്നിട്ട് മരണങ്ങൾ നടക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അത് ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന സിഎം അടവൂരിൻ്റെ ഏറ്റവും വലിയ ആളെ ഭാര്യയാണിപ്പോൾ. ഇതാണ് അവസ്ഥ. ആ സഹോദരിക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായി എന്നാൽ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, അതുപോലും ചിന്തിച്ചില്ല. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ നീക്കാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. എന്താ ചോദ്യം? സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്നൊരു കാര്യം പറഞ്ഞു തരണം. റസൂലുള്ളാഹി രണ്ടാമത് പറഞ്ഞു, ഇസ്ലാമിൻ്റെ നെടുന്തൂണ് തുഖീമുസ്സലാ, നമസ്കാരം കൃത്യമാക്കണം. ഓത്തി സക്കാത്ത് കൊടുക്കണം. റസൂലുള്ളാഹി അവസാനം പറഞ്ഞു, എന്തായിരിക്കും? എന്തെല്ലാം പറയാനുണ്ട് സഹോദരന്മാരെ, എന്തെല്ലാം പറയും? റസൂലുള്ളാഹി അവസാനം പറഞ്ഞു, വതസിലു റഹിമക, കുടുംബ ബന്ധം ചേർക്കണം.
ഒരു വിട്ടുവീഴ്ചയില്ല വിഷയത്തിൽ. എത്ര വല്ല നിസ്കാരക്കാരനും നോമ്പനും അതേപോലെ തന്നെ ജീവിതത്തിൽ 10 ഹജ്ജും ചെയ്തിട്ടുണ്ട്, 250 ഉംറയും ചെയ്തിട്ടുണ്ട്, ഒരു കാര്യമില്ല. കുടുംബബന്ധത്തിൻ്റെ വിഷയത്തിൽ ബാക്കിലാണെങ്കിൽ പിന്നെ ബാപ്പാൻ്റെ സഹോദരന്മാരായിട്ട് ബന്ധമില്ല, ഉമ്മാൻ്റെ സഹോദരന്മാരായിട്ട് ബന്ധമില്ല. ഞാനും എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്സും, എൻ്റെ ബംഗ്ലാവും, എൻ്റെ കാറും, എൻ്റെ ജോലിയും ഞാൻ അങ്ങനെ നടക്കുക. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അത് ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അത്രയ്ക്ക് അധികം സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള വഴിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ പിരിഞ്ഞു പോയപ്പോൾ, ഫലമ്മാ അദ്ബറ, ആ മനുഷ്യൻ പിരിഞ്ഞു പോയപ്പോൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുകയാണ്, ഇൻ തമസ്സക ബിമാ ഉമിറ ബിഹി ദഖലൽ ജന്ന. ആ മനുഷ്യൻ ആ പറയപ്പെട്ട കാര്യങ്ങൾ അയാൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അയാൾ സ്വർഗസ്ഥനായി കേട്ടോ. ശിർക്ക് ചെയ്യാത്ത ജീവിതവും, നമസ്കാരം കൃത്യമാണ്, സക്കാത്തും കൊടുത്തിട്ടുണ്ട്, അഥവാ ഈമാൻകാരി ഇസ്ലാമികർക്ക് ശ്രദ്ധിച്ചു, കുടുംബ ബന്ധം ചാർത്തുകയും ചെയ്താൽ ആ സ്വർഗക്കാരനാണ് അയാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുണ്ട് സഹോദരൻ. അതുകൊണ്ട് മക്കളായിട്ട് പോകണം. നമ്മൾ ഓരോ ദിവസവും ഒരു വീട്ടിൽ പോയിക്കൊള്ളി. കുറേ വീട്ടുകാരുണ്ട് നമുക്ക് പോകാൻ. ബന്ധങ്ങളെ കറ്റുപോയി. നമ്മളെ മാതാപിതാക്കൾ കാത്തു സൂക്ഷിച്ച പോലെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു അന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഇത്ര നമ്മളെ ഷുഗിലാക്കുന്ന കാര്യങ്ങളില്ല. ഇനി മക്കളെ കാലമാകുമ്പോൾ അതിനേക്കാൾ അവർ ഷുഗിലാക്കുന്ന കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സംസ്കാരം നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മക്കളോട് പെരുമാറുന്ന സമയത്ത് മാന്യമായി പെരുമാറുക. കടിച്ചു കുടഞ്ഞ് ദേഷ്യം പിടിച്ച് തെറ്റിപ്പിരിയാനേ കാരണമുള്ളൂ. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കൂ, നിങ്ങൾ നല്ല നിലയ്ക്ക് പെരുമാറൂ. എന്നാൽ ഗൗരവത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്, ചീത്ത പറയേണ്ടതുണ്ട്, അടിക്കേണ്ടതുണ്ട്, ഉമ്മ കൊടുക്കേണ്ടതുമുണ്ട്. എല്ലാം ഇസ്ലാം പഠിപ്പിച്ചതാ. അടിക്കണമെന്ന് പറഞ്ഞു, ചീത്ത പറയണമെന്ന് പറഞ്ഞു, താലോലിക്കണമെന്ന് പറഞ്ഞു, ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു. വെറും അടി അത് പറ്റൂല. അവരുടെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ആണ് കൊടുക്കണം, എന്നാൽ അവരുടെ നിന്ന് കിട്ടും. എല്ലാം വേണം. ഇതൊരു സൈക്കോളജിസ്റ്റും പറയേണ്ട, അള്ളാൻ്റെ കിതാബിലും അതേപോലെ തന്നെ മുത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മക്കൾക്ക് നാട്ടിൽ മതം പഠിക്കാനുള്ള ഈ വെക്കേഷൻ സമയത്ത് മോറൽ ക്ലാസ്സുകളും ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. നമ്മുടെ ശാഖയിലും നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ മേഖലയിലൊക്കെ ഉണ്ട്. അവരതിലേക്ക് വിടണം. മതം പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണിത്. ബാക്കി 10 മാസം തിരക്കിലാണ് ഭൗതിക പഠനത്തിൻ്റെ. എന്തിനാണ് സഹോദരന്മാരെ, എന്തിനാണ് ഈ ദുനിയാവിൻ്റെ പിന്നാലെ ഇത്ര? പരലോകത്തിൻ്റെ വിഷയമല്ലേ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് മക്കൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ്. അതേപോലെ തന്നെ പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടു ജോലിയും കുറച്ച് മറ്റൊരു തിരക്കിലാണ്. ഓലെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ വയ്യ, ഒരു ചായ ഉണ്ടാക്കി പോലും അതില്ല, തിരക്കാണ്, എഴുതാണ്ട് വായിക്കാണ്ട്. ഇന്ന് നമ്മൾ ശീലിപ്പിക്കണം. കെട്ടിച്ചയക്കാനുള്ള പെൺകുട്ടീനൊക്കെ അവർക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ, അവർക്ക് കറി ഉണ്ടാക്കാൻ അറിയോ? എന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ഒന്നും ചെയ്യാനറിയാതെ അവർക്ക് കൂടിയുള്ള പണി മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്ന അവസ്ഥ. എന്നിട്ട് പിന്നെ ബ്രോക്കൺ ആകുന്നു, പിന്നെ പ്രശ്നങ്ങളാകുന്നു. അതുകൊണ്ട് നമ്മളെ മക്കളെ, പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ ശീലിപ്പിക്കണം. എങ്ങനെ ചായ ഉണ്ടാക്കല്, എങ്ങനെ പഞ്ചസാര ഇടല്, എങ്ങനെയാണ് പിന്നെ കറി വെക്കല്, എങ്ങനെ ചോറ് ഉണ്ടാക്കല്, എങ്ങനെയാണ് മീൻ കഴുകല്, എങ്ങനെ വൃത്തിയാക്കല്, ഗ്രാജുവലി നമ്മൾ പഠിപ്പിക്കണം അവരെ. അതിന് പറ്റിയ സമയമാണ്. അപ്പോൾ എല്ലാവിധ തർബിയത്തും കൊടുക്കാൻ പറ്റിയ സമയമാണ് ഈ സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിം അവൻ്റെ പരലോകരക്ഷയ്ക്കും ദീനിൻ്റെയും മറ്റു മുഅ്മിനീങ്ങളുടെയും ഇബാദത്തിൻ്റെ കാര്യത്തിനും ദുനിയാവിൻ്റെ കാര്യത്തിനുമെല്ലാം സുഗമമായി നടക്കുന്നതിന് വേണ്ടി പള്ളികളും മദ്രസകളും
മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ മാറ്റിവെക്കും. അതിനാണ് വഖഫ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ആ നാട്ടിൽ ജീവിക്കുന്ന, ആ രാജ്യത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അതുകൊണ്ട് ഖൈർ കിട്ടണം, തൻ്റെ പരലോകത്ത് അത് തനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. ഈ വഖഫ് സ്വത്തുകൾ അക്രമത്തിലൂടെയും അനീതിയിലൂടെയും ഒരുപാട് പള്ളികളും സ്ഥാപനങ്ങളും പിടിച്ചെടുക്കപ്പെട്ടു. ബാബരി മസ്ജിദിൻ്റെ തുടർച്ചയായിക്കൊണ്ടും അതേപോലെ തന്നെ ഓരോ പള്ളിയിലും ശിവലിംഗമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു വെള്ളമൊഴിക്കുന്ന കോപ്പ അത് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിവലിംഗമായി. ഒരുത്തൻ കേസ് കൊടുക്കുന്നു, പള്ളി പൂട്ടുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്തുക്കളും അതേപോലെ വകകളും അക്രമമായി പിടിച്ചു വെക്കുന്ന, എന്നിട്ടത് കയ്യേറുന്ന അവസ്ഥ, മറ്റുള്ള ആളുകൾക്ക് തീറെഴുതി കൊടുക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തോന്നിവാസത്തിന്, ഈ അക്രമത്തിന് നിയമപരിരക്ഷ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നിയമമൊന്നുമില്ലായിരുന്നു പറയപ്പെട്ട രീതിയിൽ. ഇന്നിപ്പോൾ ഇതിന് പരിരക്ഷയും കൂടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അനീതിക്ക്, തോന്നിവാസത്തിന് കയ്യൊപ്പുണ്ടാക്കി കരാർ വെക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇതിനെതിരെ സഹോദരന്മാരെ, സഹോദരികളെ, ഈ രാജ്യത്തിൻ്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ശക്തമായി നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഏതോ വഖഫ് ചർച്ച നടക്കുന്നുണ്ട്, പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്, എന്തോ എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളതല്ല. അത് വിഷയം പഠിക്കണം. എന്താണ് ഇവിടെ ഉള്ള പ്രശ്നം? വർഷങ്ങളായി 100, 200, 300 വർഷങ്ങളായി നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മതത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ അത് നിയമത്തിൻ്റെ പരിരക്ഷയോടുകൂടി പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ, അതിനുള്ള പരിരക്ഷയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയല്ല. പറയപ്പെട്ട മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എന്ന് പറയാണ്. അപ്പം ഇതിനെതിരെ നിയമത്തിൻ്റെ എന്താണോ അതിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ നിയമ സംവിധാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതിൽ ധാരണയുള്ളവരായിരിക്കണം നമ്മൾ. ഇത് കേവലം മുസ്ലിമീങ്ങളുടെ പ്രശ്നമല്ല. ഇന്ന് മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ച്, മറ്റു ചിലരെ പ്രീണിപ്പിച്ച്, എന്നിട്ട് മുസ്ലിമീങ്ങളെ അരിക്കാക്കി കഴിഞ്ഞാൽ അടുത്ത ഏരിയയിലേക്ക് കടക്കും, അടുത്ത വേലി പൊളിച്ച് അടുത്തയിലേക്ക് വരും. ഇതെല്ലാവർക്കും അറിയാം. ന്യൂനപക്ഷങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. എല്ലാം കയ്യേറ്റം ചെയ്യപ്പെടും, എല്ലാം ആക്രമിക്കപ്പെടും. അതുകൊണ്ട് മുസ്ലിം കോർഡിനേഷനും അതേപോലെ തന്നെ മറ്റുള്ള മതസ്ഥരുമായി കൂടിച്ചേർന്ന്, മതേതര വിശ്വാസികളായ ആളുകളോട് കൂടിച്ചേർന്ന് നമുക്ക് എന്തെല്ലാം രീതിയിൽ സഹകരിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം നമ്മളിത് പഠിക്കുകയും ആ രീതിയിലെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. നമ്മളതിൽ ധാരണയുള്ളവരായിരിക്കണം. എന്നാൽ സഹോദരന്മാരെ, ഇതിൻ്റെയൊക്കെ മറവിൽ ഞങ്ങളാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകൻ എന്ന പേരിൽ ചില പ്രൊട്ടസ്റ്റുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇസ്ലാമിനെ കരുവാക്കുന്ന, മുസ്ലിങ്ങളെ പ്രതി ചേർക്കുന്ന, സംഘപരിവാർ ശക്തികൾക്ക് വളരാൻ വളം വെച്ചു കൊടുക്കുന്ന ചില പ്രവർത്തനങ്ങൾ. അതിൻ്റെ പിന്നിലുള്ളത് ഇസ്ലാമിക സംഘടനകളിൽ കയറിക്കൂടിയിട്ടുള്ള ഇസ്ലാമിക മുസ്ലിം സംഘടനകളിൽ തീവ്രവാദത്തിൻ്റെ വിത്തിട്ട മതരാഷ്ട്രവാദക്കാരാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇഖ്വാനുൽ മുസ്ലിമൂനാണ്. നിങ്ങൾ ഏത് തീവ്രവാദ ഇസ്ലാമിൻ്റെ പേരിൽ വന്നിട്ടുള്ള സംഘടനകളെയും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പിന്നിൽ, അവരുടെയൊക്കെ പ്രചോദനം അവർ പറയുന്നുണ്ട്, അത് ഹസനുൽ ബന്നയായിരിക്കും, സയ്യിദ് ഖുത്ബായിരിക്കും. എന്നിട്ട് അവരുടെ പ്ലക്കാർഡുകളും പിടിച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ഫോട്ടോയും അവരുടെ പ്ലക്കാർഡുകളും. എന്നിട്ട് എന്ത് തോന്നിവാസം ചെയ്തിട്ടും നായകക്ക് 40 വട്ടം കൂലി തക്ബീറും അല്ലാഹു അക്ബർ. ഇത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വലിയ വില മുസ്ലിം സമുദായം കൊടുക്കേണ്ടി വരും. ഹസനുൽ ബന്നയും സയ്യിദ് ഖുത്ബ അതേപോലെ തന്നെയുള്ള ആളുകളും ഗസയും ഫലസ്തീനും ഒക്കെ കുട്ടിച്ചോക്കാർ ഒരു കാരണമായിട്ടുള്ള ഹമാസിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോകളും AS സിൻബാറിൻ്റെയും അതേപോലെ തന്നെ മുഖം മൂടിയുള്ള കുറേ ആളുകളുടെ ഫോട്ടോ, ഇതൊക്കെയാണ് കാർഡുകളിലുള്ളത്, ഫോട്ടോകൾ. ഇതും പൊക്കി പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഇതെന്ത് ബന്ധം വഖഫുമായിട്ട്? ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ തിരിച്ചറിയാൻ പറ്റൂ. ഈ സമാധാനത്തിൻ്റെ മതത്തിൽ അതിൻ്റെ
ആളുകൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ അവരെ തെരുവിലേക്ക് ഇറക്കി രാജ്യങ്ങളും അതേപോലെ തന്നെ സ്ഥലങ്ങളും കുട്ടിച്ചോറാക്കിയ പാരമ്പര്യമാണ് ഈ പറഞ്ഞ ആളുകൾക്കുള്ളത്. ഇസ്ലാമിൽ ജിഹാദും കിതാലുമുണ്ട്, അതിന് വ്യവസ്ഥയുണ്ട്, അതിന് അമീറുണ്ട്. നാഥനില്ലാത്തടത്ത് എന്തോ ഒരു പടാന്ന് പറയില്ല, അതല്ല ഇസ്ലാമിൻ്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ. അതിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും സഹോദരന്മാരെ. ഒരു മതവും ഇല്ല, വിവരവും ഇല്ല, മതവിജ്ഞാനവും ഇല്ലാത്ത യുവാക്കളെ തെരുവിലേക്ക് ഇറക്കി എന്തെല്ലാം കാട്ടിക്കൂട്ടലല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ഉള്ള ഇതായിരിക്കണം, അല്ലാതെ അവിടെയുള്ള സംഘപരിവാർ ശക്തികൾക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലല്ല, ആളുകളെ തെരുവിലേക്ക് ഇറക്കി. അതാണ് മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ലോകത്ത് മുഴുവൻ നടന്നത്. അത് നടക്കാത്ത രാജ്യങ്ങൾ അത് നടത്തി കുട്ടിച്ചോറാകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ തകർക്കപ്പെടണം. ഇത് വലിയ ഗൗരവമാണ്. ഇതിവിടുത്തെ സൂഫിസത്തേക്കാൾ അപകടമായിട്ടുള്ള വിഷയമാണ്. മുസ്ലിം ചെറുപ്പക്കാരന്മാരെയും അതേപോലെ തന്നെ പ്രസ്ഥാനങ്ങളെയും പിടികൂടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചതുണ്ട്, ഇസ്ലാമികമായ രാജ്യത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രതികരണം, ഇതുപോലെയുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം പ്രതികരണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രതികരണം ഉണ്ടാകേണ്ടത്. പ്രതികരണം ഉണ്ടാകൽ നിർബന്ധമാണ്. അത് ഏതൊക്കെ നിലക്കാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്, ഈ സമാധാനപരമായിട്ടാണോ, അത് ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥ ശേഷമുണ്ടാകും. സംഗതികൾ പഠിക്കുകയും അതേപോലെ തന്നെ യുക്തിഭദ്രമായി കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ കലാപകാരികളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരികളെ, മക്കളെ ചാവേറുകളാക്കി ഇടുക എന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അക്രമകാരികളിൽ നിന്നും നമ്മുടെ നാടിനെയും നമ്മളെയും ഉമ്മത്തിനെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദീന് പഠിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവരുടെ ജനാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.